രാജ്യത്തുടനീളമുള്ള പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമെങ്കിലും ദിയുവിലെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം? ദിയുവിലെ അത്ര പ്രശസ്തമല്ലാത്ത ഈ ക്ഷേത്രം മഹാദേവൻ എന്നറിയപ്പെടുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഗംഗയുടെ ദേവനായി കണക്കാക്കപ്പെടുന്ന ശിവനെയാണ് ഗംഗേശ്വർ എന്ന പേരിൽ ഈ ക്ഷേത്രത്തിൽ സൂചിപ്പിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് പരമശിവന്റെ തിരുമുടിയുടെ അറ്റത്ത് നിന്നും വിശുദ്ധമായ ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വീപിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ഫുഡാം എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരത്തെ ക്ഷേത്രത്തിന്റെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഇത് കാണേണ്ട ഒരു കാഴ്ചയായി മാറുന്നു. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാക്ഷേത്രം കടൽപ്പാറകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ ഗുഹയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് സമുദ്രജലത്തിനു നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യത്യസ്ത വലിപ്പത്തിലുള്ള 5 ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശിവലിംഗങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഭഗവാന് ജലമർപ്പിക്കുന്നത് പോലെ ഇടയ്ക്കിടെ വേലിയേറ്റങ്ങൾ ലിംഗങ്ങളിൽ ആഞ്ഞടിക്കുന്നു. ഈ ലിംഗങ്ങൾ ഉയർന്ന വേലിയേറ്റ സമയത്ത് കടലിനടിയിൽ നിലനിൽക്കുകയും വേലിയിറക്ക സമയങ്ങളിൽ ദൃശ്യമാകുകയും ചെയ്തു പോരുന്നു. ഇവയ്ക്ക് പുറമെ പ്രവേശന കവാടത്തിൽ ലക്ഷ്മി, ഗണേശൻ, വിഷ്ണു എന്നിവരുടെ പ്രതിമകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം ഈ ക്ഷേത്രത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും പറയപ്പെടുന്നു. ഹൈന്ദവ ഇതിഹാസമായ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായ പാണ്ഡവർ തങ്ങളുടെ വനവാസകാലത്ത് ശിവന് വേണ്ടി തപസ് ചെയ്തിരുന്ന സമയം ഇവിടെ 5 ലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് ഐതിഹ്യം. ഐതിഹ്യമനുസരിച്ച് വനവാസകാലത്ത് പാണ്ഡവർ ഈ ക്ഷേത്രത്തിൽ ശിവനെ ആരാധിച്ചിരുന്നു. ഈ ക്ഷേത്രം കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കടൽ തീര ക്ഷേത്രമെന്നും അറിയപ്പെട്ടു പോരുന്നു. പാണ്ഡവർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ശിവനെ ആരാധിക്കാൻ ഒരു സ്ഥലം തേടുകയായിരുന്നു. അങ്ങനെ അവർ ഈ സ്ഥലങ്ങൾ കണ്ടെത്തി അവരുടെ വ്യക്തിഗത വലിപ്പമനുസരിച്ച് 5 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു. ഈ ലിംഗങ്ങളെ നിരീക്ഷിക്കുന്നതിനായി കരുതപ്പെടുന്ന ഒരു ശേഷനാഗ് അല്ലെങ്കിൽ നാഗദൈവത്തെയും പാറയുടെ മുകളിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. എല്ലാ രാത്രിയിലും വേലിയേറ്റ സമയത്ത് ഈ ലിംഗങ്ങളും ക്ഷേത്രവും മുഴുവനായും കടൽ തിരമാലകളാൽ കഴുകി അടുത്ത ദിവസത്തെ വഴിപാടിനായി വൃത്തിയാക്കി നിലനിർത്തുന്നു. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ശാന്തതയും സമാധാനവും നിങ്ങളുടെ ഹൃദയത്തെ എണ്ണമറ്റ വികാരങ്ങളാൽ നിറയ്ക്കുകയും പോസിറ്റിവിറ്റിയുടെയും ആത്മീയതയുടെയും ഭാരം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. സമുദ്രത്തിലെ തിരമാലകൾ ശിവന് പ്രണാമമർപ്പിക്കുന്ന നിഗൂഢ ദൃശ്യം സന്ദർശകരിൽ ആത്മീയമായ ആദരവിന്റെയും ഭക്തിയുടെയും ആഴത്തിലുള്ള വികാരങ്ങൾ പ്രചോദിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ പുരോഹിതനില്ല എന്നതുകൂടാതെ ഭക്തർ ദൈവത്തിന് സമർപ്പിക്കുന്നതെന്തും നിമിഷങ്ങൾക്കകം കടലൊഴുകിപ്പോകുമെന്ന പ്രത്യേകതയുമുണ്ട്. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയമാണ് ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കൂടാതെ നവരാത്രി പോലെയുള്ള ഉത്സവങ്ങൾ നടക്കുന്നതിനാൽ ഒക്ടോബർ, നവംബർ മാസങ്ങൾ ക്ഷേത്രം സന്ദർശിക്കാൻ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ നിരവധി പൊതു സ്വകാര്യ ഗതാഗതം ലഭ്യമാണ്. ദ്വീപിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള ഡെൽവാഡ റെയിൽവേ സ്റ്റേഷനാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ദിയു വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം.